നമസ്കാരം. ലൈംഗിക അതിക്രമ ആരോപണങ്ങളെ തുടർന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ പ്രോസിക്യൂട്ടർ കരീം ഖാനെ പദവിയിൽ നിന്നും പുറത്താക്കി. ICCയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു ചീഫ് പ്രോസിക്യൂട്ടർ ഇത്തരമൊരു നടപടി നേരിടുന്നത്. 125 അംഗരാജ്യങ്ങളുള്ള ഭരണസമിതിയായ അസംബ്ലി ഓഫ് സ്റ്റേറ്റ്സ് പാർട്ടിയിലാണ് ബ്രിട്ടീഷ് അഭിഭാഷകനായ കരീം ഖാനെ പുറത്താക്കിക്കൊണ്ടുള്ള നിർണായക വോട്ടെടുപ്പ് നടന്നത്. പുറത്താക്കലിനെ അനുകൂലിച്ച് 82 രാജ്യങ്ങൾ വോട്ട് ചെയ്തു. കരീം ഖാന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ പെരുമാറ്റ ദൂഷ്യവും ഔദ്യോഗിക പദവിയുടെ ദുരുപയോഗവും ഉണ്ടായതായി ICCയുടെ അന്വേഷണ സമിതി കണ്ടെത്തിയതായി അസംബ്ലി ഓഫ് സ്റ്റേറ്റ്സ് പാർട്ടി പ്രസിഡന്റ് പൈവി കൗക്കോറൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. കീഴുദ്യോഗസ്ഥയായ യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും തനിക്കെതിരെയുള്ള പരാതികളുമായി മുന്നോട്ട് പോകുന്നതിൽ നിന്ന് അവരെ തടയാൻ ശ്രമിക്കുകയും ചെയ്തതായി രേഖകൾ വ്യക്തമാക്കുന്നു. 2021 ICCയുടെ മൂന്നാമത്തെ പ്രോസിക്യൂട്ടറായി തിരഞ്ഞെടുക്കപ്പെട്ട 56-കാരനായ ഖാനെ പരാതികൾ ഉയർന്നതിനെ തുടർന്ന് ജൂണിൽ തന്നെ പദവിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. തനിക്കെതിരെയുള്ള മുഴുവൻ കണ്ടെത്തലുകളും നിഷേധിച്ച കരീം ഖാൻ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് അവകാശപ്പെട്ടു. പുറത്താക്കൽ നടപടി നിയമവിരുദ്ധവും ചട്ടലംഘനവുമാണെന്നും തനിക്ക് പറയാനുള്ളത് കേൾക്കാൻ സമിതി തയ്യാറായില്ലെന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ആരോപിച്ചു. നിർണായകമായ പല അന്താരാഷ്ട്ര കേസുകളും കോടതിയുടെ പരിഗണനയിലിരിക്കെയുണ്ടായ ഈ സംഭവം ICC ജീവനക്കാർക്കിടയിലും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾക്കിടയിലും വലിയ ഭിന്നതയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് ഇരയായ 2 സ്ത്രീകൾ കരീം ഖാനെതിരെ പരസ്യമായി രംഗത്ത് വന്നത്. അന്താരാഷ്ട്ര മാധ്യമമായ CNN നൽകിയ അഭിമുഖത്തിൽ സാറ എന്ന് പേര് മാറ്റി വിളിക്കപ്പെടുന്ന ഒരു കോടതി ജീവനക്കാരി താൻ നേരിട്ട പീഡനങ്ങൾ തുറന്നു പറഞ്ഞു. ഖാന്റെ കൂടെയുള്ള ഔദ്യോഗിക കൊളംബിയൻ സന്ദർശനത്തിനിടെ തന്റെ സമ്മതമില്ലാതെ ഹോട്ടൽ മുറിയിൽ അതിക്രമിച്ച് കയറുകയും ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നായിരുന്നു യുവതിയുടെ വെളിപ്പെടുത്തൽ. മറ്റൊരു പരാതിക്കാരിയായ പാട്രീഷ 2009 കരീം ഖാന്റെ കീഴിൽ ഇന്റേണായി ജോലി ചെയ്യുമ്പോഴാണ് അതിക്രമത്തിനിരയായത്. അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് നിരന്തരം ശരീരത്തിൽ സ്പർശിക്കുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്തതായി യുവതി വെളിപ്പെടുത്തി. തനിക്കുള്ള ഉയർന്ന പദവിയും സ്വാധീനവും ഉപയോഗിച്ച് ഖാൻ തങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിച്ചതായും ഇരുവരും ആരോപിച്ചു. മാനഭംഗ ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ ബ്രിട്ടനിലെ ലീഗൽ വാച്ച് ഡോഗ് കരീം ഖാൻ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. UK അഭിഭാഷക വൃത്തി ചെയ്യുന്നതിൽ നിന്ന് UK ബാർ സ്റ്റാൻഡേർഡ് ബോർഡ് അദ്ദേഹത്തെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു. ഇതിനെതിരെ ഖാൻ നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് ലണ്ടനിലെ ലീഗ് റിവ്യൂ ബോർഡ് സസ്പെൻഷൻ ശരിവെച്ചത്. ഇതോടെ കരീം ഖാന് തിരിച്ചടിയേൽക്കുകയും അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം ശക്തമാകുകയും ചെയ്തു. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലും ഇസ്രായേൽ ഗസ യുദ്ധ അന്വേഷണങ്ങളിലും നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് കരീം ഖാൻ. ഗസയിലെ യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ എന്നിവർക്കെതിരെ ICC അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് ഖാന്റെ നേതൃത്വത്തിലായിരുന്നു. നെതന്യാഹുവിനെതിരെ നടപടിയെടുത്ത പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം കരീം ഖാൻ ഉൾപ്പെടെയുള്ള ICC ഉദ്യോഗസ്ഥർക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. കരീം ഖാന്റെ പുറത്താക്കലിൽ പ്രതികരണവുമായി ഇസ്രായേൽ രംഗത്തെത്തിയിട്ടുണ്ട്. ഇസ്രായേലിനെതിരെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള വേട്ടയാടൽ നടത്തിയാൽ തനിക്കെതിരെയുള്ള ലൈംഗിക ആരോപണങ്ങളിൽ നിന്ന് ലോകത്തിന്റെ ശ്രദ്ധ തിരിക്കാമെന്ന് കരീം ഖാൻ കരുതിയെന്നും എന്നാൽ അത് തെറ്റാണെന്ന് തെളിഞ്ഞെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രായേൽ സ്ഥാനപതി ഡാനി ഡാനോൺ പ്രസ്താവിച്ചു. അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമാണ് ഈ നടപടിയെന്ന് ഇസ്രായേൽ വൃത്തങ്ങൾ ആരോപിച്ചു. അതേസമയം പ്രോസിക്യൂട്ടറെ പുറത്താക്കിയെങ്കിലും ബെഞ്ചമിൻ നെതന്യാഹുവിനും യോവ് ഗാലനുമെതിരെയുള്ള അറസ്റ്റ് വാറന്റുകൾ റദ്ദാക്കപ്പെടില്ലെന്ന് നിയമവിദഗ്ധർ വ്യക്തമാക്കുന്നു. ICC ന്യായാധിപന്മാർക്ക് മാത്രമേ നിയമപരമായി ഈ വാറന്റുകൾ പിൻവലിക്കാൻ അധികാരമുള്ളൂ. എങ്കിലും ചീഫ് പ്രോസിക്യൂട്ടർ തന്നെ സാമ്പത്തിക ലൈംഗിക വിവാദങ്ങളിൽപ്പെട്ട് പുറത്താക്കപ്പെട്ടത് കോടതിയുടെ വിശ്വാസ്യതയെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടാൻ ഇടയാക്കും. അന്താരാഷ്ട്ര നിയമങ്ങളും നീതിയും സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു പ്രമുഖ സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി തന്നെ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങളിൽപ്പെട്ട് പുറത്താക്കപ്പെടുന്നത് ചരിത്രത്തിലാദ്യമാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ICCയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഈ ആഭ്യന്തര പ്രതിസന്ധി മറികടന്ന് മുന്നോട്ട് പോകുന്നത് സംഘടനയ്ക്ക് വലിയ വെല്ലുവിളിയാകും. പുതിയ ചീഫ് പ്രോസിക്യൂട്ടറെ കണ്ടെത്താനുള്ള നടപടികൾ അസംബ്ലി ഓഫ് സ്റ്റേറ്റ്സ് പാർട്ടി ഉടൻ ആരംഭിക്കും.